കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരു വിദ്യാർത്ഥി കൂടി പിടിയിലായിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇംതിയാസ് കരീമാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഇംതിയാസ്, ഇത് ആരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്? ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന ആൾ തന്നെയാണോ, അതോ പിന്നിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ സംഘത്തിന് പിന്തുണ നൽകിയതാണോ? വിശദാംശങ്ങൾ എന്താണ്? മൂത്തി, ഈ ഷഹബാസ് വധക്കേസിൽ ഇന്ന് രാവിലെയാണ് ഒരു വിദ്യാർത്ഥിയെ കൂടെ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, വിദ്യാർത്ഥി സംഘർഷത്തിൽ അവിടെ ഉണ്ടായ സംഘർഷത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തത് എന്നും പോലീസ് പ്രാഥമികമായി പറയുന്നു. ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിലെടുക്കുന്നതും. നേരത്തെ 5 പ്രതികളെ കൊണ്ട് അടിച്ചു എന്നൊക്കെ കരുതപ്പെടുന്ന 5ഓളം പ്രതികളെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്നിപ്പോൾ അതായത് ഇതിൽ പ്രധാനമായിട്ടും ഇനി അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ആസൂത്രണത്തിൽ, ഈ സംഭവം ആസൂത്രണം ചെയ്യുന്നതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, അതിൽ മുതിർന്നവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അതടക്കം ചോദിക്കാനും ഏതൊക്കെ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തത് എന്നതിൻ്റെയൊക്കെ ഒരു കൃത്യമായ വിവരം ലഭിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഈ വിദ്യാർത്ഥിയെ കൂടെ കസ്റ്റഡിയിലെടുത്തെന്നും മനസ്സിലാക്കുന്നു. അതേസമയം അന്വേഷണത്തിൽ ഒരു മെല്ലപ്പോക്കുണ്ട് എന്നൊരു ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ആ രീതിയിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, ഈ നെഞ്ചക്ക അടക്കമുള്ള ആയുധം ഈ പ്രധാന പ്രതി എന്ന് കരുതുന്നയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ, ഈ വിദ്യാർത്ഥിയുടെ പിതാവ് ഉപയോഗിക്കുന്ന നെഞ്ചക്കാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ മൊബൈൽ ഫോണുകളടക്കം കിട്ടിയിട്ടും ഇതിൽ നിന്ന് കൃത്യമായൊരു വിവരം, ഇവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളോ അതല്ലെങ്കിൽ മുതിർന്നവരുടെ സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊരു കാര്യത്തിലൊന്നും ഇതുവരെ പോലീസിന് കൃത്യമായൊരു നിഗമനത്തിൽ ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. അതാണ് അന്വേഷണത്തിൽ മെല്ലപ്പോക്കുണ്ട് എന്നൊരു ആരോപണം ഇപ്പോൾ ഉയരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. അതേസമയം ഒരു വിദ്യാർത്ഥിയെ കൂടെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങൾ അവരോട് ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കാര്യമാണ്. ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നത്. കേസുമായി ബന്ധപ്പെട്ട മെല്ലപ്പോക്കുണ്ട് എന്നൊരു ആരോപണമുണ്ട്. ഒപ്പം മറ്റു പല കാര്യങ്ങളും, ഈ പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിലടക്കം പ്രതിഷേധവും ചുറ്റുപാട് നിന്നും ശക്തമാണ്. അതിനിടയിലാണ് ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.